ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നത്. കാരണം നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ സീരിയലും അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ റിയാലിറ്റി ഷോയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് പുതിയൊരു പ്രോഗ്രാം തുടങ്ങിയതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇപ്പം ഈ ഈ ഏഷ്യനെറ്റിൽ നിന്നും തന്നെ ഏഴ് ആൾക്കാരാണ് മത്സരാർത്ഥികൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. കാരണം നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ മിക്ക പ്രോഗ്രാമിലും നമ്മൾ കണ്ടിരിക്കുന്നതാണ് അനുമോളെ. അതിനൊക്കെ അതിൽ വന്ന് ഈ 7 പേര് പല പല വ്യക്തികൾ നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ മിക്ക പ്രോഗ്രാമുകളിലായാലും ഇല്ലെങ്കിൽ റിയാലിറ്റി ഷോയിലായാലും നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികളാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാമിൽ. അവർക്ക് എന്താ പറയുക, ഏഷ്യാനെറ്റിൽ നിന്ന് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് എൻട്രി കൊടുത്ത മാതിരിയാണ് എനിക്ക് ഫീലായത്. കാരണം ഇതിനു മുമ്പുള്ള ബിഗ് ബോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പല പല മേഖലയിൽ നിന്ന് വന്നിരിക്കുന്നു, സിനിമ, സീരിയൽ, അങ്ങനെ പല പല മേഖലയിൽ നിന്ന് പല വ്യക്തികളാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാം ബിഗ് ബോസ്. പക്ഷേ ഈ ഒരു 7 എന്ന് പറയുന്നതിൽ അതിൽ 7 പേരും ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ ആണ് കൂടുതലും ഈ ഒരു സീസണിൽ അവിടെ മത്സരാർത്ഥികളായിട്ട് എത്തിയിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അനുമോളെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. മിക്ക സീരിയലിലും അതുപോലൊക്കെ മിക്ക കോമഡി പ്രോഗ്രാമിലെല്ലാം നമ്മൾ അനുമോളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാക്സിമം ഒരു 1 മന്ത് മുമ്പ് വരെ നമ്മളവരെ സ്ഥിരം ആ ഒരു പ്രോഗ്രാമൊക്കെ അവരെ കണ്ടുകൊണ്ടിരുന്നതാണ്. ശരി, അതുപോലെ ഈ അക്ബർ അലിഖാനും ഒരു റിയാലിറ്റി ഷോ പട്ടുറുമാൽ എന്ന് പറയുന്ന ആ ഒരു റിയാലിറ്റി ഷോയിലൂടെയും, പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലും ആ പുള്ളിയും അതിൽ പങ്കെടുത്തൊരു വ്യക്തി തന്നെയാണ് ആ പുള്ളിയും. അതുപോലെ ബിന്നി എന്ന് പറഞ്ഞൊരു സീരിയൽ നടി, അതും ഏഷ്യാനെറ്റിൻ്റെ ഒരു നല്ല രീതിയിൽ റേറ്റിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സീരിയലിലെ ഒരു നായിക തന്നെയായിരുന്നു ഈ പുള്ളിക്കാരി. ആ പുള്ളിക്കാരെ കുറേ ഫോട്ടോഷൂട്ട് നമ്മൾ യൂട്യൂബ് തുറന്നാലും അതുപോലെ എന്താ പറയുക, ഏതൊരു സോഷ്യൽ മീഡിയ തുറന്നാലും ഇവരെയൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഹിന്ദിയിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മളുടെ ഈ ഒരു വലിയ നമ്മുടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്ത് ഇതുപോലൊരു ബിഗ് ബോസിൽ അവർ കയറി ആ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടു പഠിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ വന്ന് നമ്മുടെ ഈ മലയാളം ഏഷ്യാനെറ്റിലെ നമ്മുടെ ഇവിടുത്തെ മലയാളം ബിഗ് ബോസിലോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിനെ നമുക്കിവിടെ ആവശ്യമുള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? വേറൊരു ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ട് പിന്നെ വന്ന് മലയാളത്തിൽ വന്ന് ഇവർ ഇതിൽ പങ്കെടുക്കേണ്ട ഒരാവശ്യമുള്ളതായിട്ട് എനിക്ക് ഫീലായിട്ടില്ല. നിങ്ങൾക്ക് ഫീലായോ എന്ന് എനിക്കറിയില്ല. അത് ഒരിക്കലും അതൊരു നല്ലൊരു രീതിയുമല്ല എന്ന് തന്നെയാണ് എനിക്കെടുത്ത് പറയാനുള്ളത്. പിന്നെ അതേപോലെ നമ്മുടെ ഏഷ്യാനെറ്റിലൊരു അമ്മയും മകളും കൂടെ വന്ന് പങ്കെടുത്തൊരു ഡാൻസ് പ്രോഗ്രാമിലാണ്, ഇങ്ങനെ കോമഡി അങ്ങനെ എല്ലാ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ വന്നൊരു പെൺകുട്ടിയാണ് അടുത്തത്, ആ ഒരു പെൺകുട്ടിയും. അന്നേരം ഇവരൊന്നും ഇത്രയും വ്യക്തികൾ അതുപോലെ ഷാനവാസും നമ്മൾ സീരിയൽ തന്നെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് തന്നെയാണ് ഷാനവാസും. ഈ ഇത്രയും വ്യക്തികൾ വീണ്ടും നമുക്ക് ഇവരെ കണ്ടുകൊണ്ടിരിക്കാൻ എന്തെങ്കിലും ആവശ്യമുള്ളതായിട്ട് നിങ്ങൾ പറ, ഇല്ലെങ്കിൽ ഇവരെ നമുക്ക് കണ്ടുകൊണ്ട് എന്ത് കാര്യത്തിനാണ് ഇത്രയും വ്യക്തികൾ ഈ ഒരു ബിഗ് ബോസിലേക്ക് എത്തിച്ചേർന്നതെന്ന് എങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇനി ഇവരെന്താ കളിക്കാൻ പോകുന്നതെന്നും അറിയില്ല, നമുക്ക് കണ്ടിരുന്ന് കാണാം. പക്ഷേ ഏഷ്യാനെറ്റിൽ നിന്ന് ഒരു 7 പേരെയാണ് നമ്മൾ 7ാമത്തെ സീസണിലേക്ക് അവർ കൊണ്ടുവന്ന് ചേർത്ത് വെച്ചിരിക്കുന്നത്. കാരണം പുറത്തുനിന്ന് വേറെ ആരെയും ഈ ബിഗ് ബോസിലേക്ക് കിട്ടിയില്ലേ എന്നാണ് എനിക്ക് അറിയേണ്ടത്. കാരണം എത്രയോ ആൾക്കാർ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, എത്ര ആൾക്കാർ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു കാണില്ലെങ്കിൽ അവരിതിൽ പങ്കെടുക്കാൻ വേണ്ടി എന്തെല്ലാം കഴിവുള്ള ആൾക്കാർ എത്തിക്കാണും. പക്ഷെ അവരെല്ലാവരും നീക്കി വെച്ചിട്ട് ഈ കണ്ട ഫേസുകൾ തന്നെ പിന്നെയും ഒരു സീരിയൽ പരമ്പര പോലെ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോ പോലെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് നമ്മളെ പൊട്ടന്മാരാക്കി. എന്തിനാ ഏഷ്യാനെറ്റ് ഇല്ലെങ്കിൽ ബിഗ് ബോസ് എന്തിനാ പൊട്ടന്മാരാക്കി നമുക്കറിയില്ല. നമ്മൾ പ്രേക്ഷകരെ വെറും മണ്ടന്മാരാക്കി എന്ന് തന്നെ ഞാൻ എടുത്ത് പറയാം. അതിന് മോഹൻലാൽ സാറും കൂടെ കൂട്ടുനിന്ന് തന്നെ പറയാം, ഉള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല ആ ഒരു കാര്യത്തിന്. പിന്നെ ഇതിൽ വന്നിട്ട് ഇച്ചിരിയെങ്കിലും ഓക്കെ എന്ന് അടിച്ചു വിടാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ അനീഷ് തറയിൽ എന്ന് പറയുന്ന വ്യക്തി വന്ന് കയറിയപ്പോഴേ ചൊറിയാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മിക്ക ആൾക്കാരും അതിൽ ചെന്ന് കയറിയപ്പോഴും പുള്ളിക്ക് എന്തോ തലയിലെടുത്ത് ബിഗ് ബോസ് ഹൗസിൻ്റെ കീ പുള്ളിയാണ് ഓപ്പൺ ചെയ്ത് കയറിയെന്നുള്ള രീതിയിലാണ് പുള്ളി ഇരുന്നത്. അനീഷ് തറയിൽ തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പിന്നെ ആര്യൻ ഒരു മോഡലാണ്. പിന്നെ പുള്ളി ഏതൊരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ചെറുപ്പമാണ്, നമുക്കൊന്നും പൂർണ്ണമായിട്ടും അറിയാത്ത വ്യക്തികളാണ്, അത് ഓക്കെ. പിന്നെ
കലാഭവൻ സരിക. പുള്ളിക്കാരി പണ്ടേ കോമഡിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ശരിക്കും ആ പുള്ളിക്കാരി വന്നതിൽ യാതൊരു തെറ്റുമില്ല, അത് ഓക്കെ. പിന്നെ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു റേഡിയോ ജോക്കിയെ കണ്ടു, RJ ബിൻസി. പുള്ളി കുഴപ്പമില്ല, കാരണം ആ ഒരു രീതിയിൽ നിന്നും ഒരു പെൺകുട്ടി ഈ ഒരു ഷോയിലേക്ക് വന്ന് പങ്കെടുത്തതിന് യാതൊരു തെറ്റുമില്ല, അത് നല്ല കാര്യം തന്നെയാണ്. നമ്മൾക്ക് ഓക്കെ, ബിൻസി ഓക്കെ ആണ്. പിന്നെയാണ് ഒരു സാബു എന്ന് പറയുന്ന പുള്ളി ഒരു വക്കീലായിരുന്നു, പിന്നെ അതുപോലെ ഷെഫാണ്, പിന്നെ പുള്ളി യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് നമുക്ക് ഓക്കെ അടിച്ച് വിടാം. ശരി, നമുക്കും അങ്ങനെയുള്ള വ്യക്തികളെ കാണാൻ ആഗ്രഹമാണ്, ഇഷ്ടമാണ്, ഓക്കെ, നമുക്കത് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഈ മറ്റേ ആൾക്കാരെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒട്ടും പറ്റാത്ത വ്യക്തികൾ, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഒരിക്കലും അതങ്ങോട്ട് ഉൾക്കൊള്ളാനേ പറ്റിയിട്ടില്ല. പിന്നെ അഭിലാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി വെച്ചാൽ നമുക്ക് അത് പറയുന്നത് വേറെ ഒന്നും വിചാരിക്കരുത്, പുള്ളിക്ക് ചെറുതായിട്ടൊരു കാലിനൊരു ചെറിയ പ്രോബ്ലം ഉള്ള വ്യക്തിയാണ്. അത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് അതൊരു മുൻഗണന കൊടുക്കുന്നത് നല്ല തന്നെയാണ്. അങ്ങനെ ഷോയ്ക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് മുന്നോട്ട് വരാനുള്ള വലിയൊരു തുറന്ന വാതിലായിട്ട് തുറന്നിട്ടതിന് ബിഗ് ബോസിന് അതിനൊരു വലിയൊരു ബിഗ് താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നൊരു കുട്ടിയുണ്ട്, ഒരു ബാത്തിമ, റെഹിന ബാത്തിമ. ഇൻസ്റ്റാഗ്രാമാണ്, 19 വയസ്സേ ഉള്ളൂ. ആ 19 വയസ്സിൽ ആ പുള്ളിക്കാരിയുടെ എന്തൊക്കെ ചിന്താഗതിയാണ്, എന്തൊക്കെയാണ് നമുക്കത് കണ്ടറിയാം. ആ കാര്യങ്ങൾ അത് ഓക്കെ. 19 വയസ്സുള്ള കുട്ടികളെല്ലാം ഇങ്ങനെയുള്ള പ്രോഗ്രാമിലേക്ക് മുന്നിട്ട് വരാനും എടുക്കാനും ഒക്കെ അതൊരു വലിയൊരു ഇത് തന്നെയാവും, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതെനിക്ക് ഓക്കെ ആയി. പിന്നെ നമ്മുടെ മുൻഷീല രഞ്ജിത്ത്, തീർച്ചയായിട്ടും പുള്ളി വന്നത് 100% ഓക്കെ എന്ന് തന്നെ പറയാം, അത് ഒരു മാറ്റവുമില്ല. പിന്നെ ശാരികയുടെ ഇൻ്റർവ്യൂ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്, ചൊറിയാണ്. ആ ചൊറിയായ ശാരിക ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും കണ്ടിരുന്ന് കാണാം. അതും ഒരു അടിപൊളി ഐറ്റം തന്നെയാണെന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞാണ് നെവിൻ ജോർജ്, ഡാൻസറാണ്. നമുക്ക് ഈ വ്യക്തികളൊന്നും നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വല്ലപ്പോഴും കണ്ടും പറഞ്ഞു പോയ വ്യക്തികളാണ്, പക്ഷെ അതും ഓക്കെ എന്ന് തന്നെ പറയാം. പിന്നെ രണ്ട് നമ്മുടെ എന്താ പറയുക, ഒരു റിസർവേഷൻ സീറ്റ് പോലെ നമ്മളെപ്പോഴും നമ്മുടെ ബിഗ് ബോസ് ഇടുന്നതാണ് നമ്മുടെ 2 പെൺകുട്ടികൾ വന്ന് നമ്മുടെ ലെസ്ബിയൻ കപ്പിൾ 2 പേര്. അത് ഓക്കെ എന്ന് പറയാതിരിച്ച ആ ഒരു റിസർവേഷൻ സീറ്റാണ് അത്. ആ ഒരു രീതിയിൽപ്പെട്ട വ്യക്തികൾക്കുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഈ ട്രാൻസ് വുമൺ അങ്ങനെ കുറേ ആൾക്കാർ വരുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ സീറ്റാണ് ഈ ഒരു രീതിയിൽ ഈ 2 പെൺകുട്ടികൾ വന്നിരിക്കുന്നത്. അതങ്ങനെ തന്നെ പോട്ടെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു നമ്മുടെ രേണുവിനെ പിന്നെ നമ്മൾ ഈ ഒരു 3-4 മാസമായിട്ട് നമ്മൾ ബിഗ് ബോസിലേക്ക് പല ആൾക്കാരും കൊണ്ടിരുന്നതാണ്. നമ്മുടെ രേണു ബിഗ് ബോസിലേക്ക് എത്താൻ പോകുന്ന പല കാര്യങ്ങളും, അത് രേണു വന്നതിലും തെറ്റില്ല. നമുക്ക് കാണാം, രേണു എങ്ങനെയാണ് കളിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം. രേണു ഇനി അവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അതും നമുക്ക് കാണാം. രേണു കളിച്ചോട്ടെ, നമുക്ക് അത് തന്നെ പറയാം. പുള്ളിക്കാരൻ എന്തായാലും ബിഗ് ബോസ് ഉള്ളിൽ വീട്ടിനകത്തോട്ട്. പക്ഷേ രേണു ഇതിന് മുമ്പ് പോയപ്പോഴും നമ്മളെ പൊട്ടരാക്കി പോയിരിക്കുന്നത്. അത് നിങ്ങൾ ആരും മറക്കരുത്. രേണുവിൻ്റെ ചേച്ചിയോടെ ചേർന്നൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ ബിഗ് ബോസ് ഹൗസിലെങ്ങും പോയിട്ടില്ല, ഞാൻ എൻ്റെ വീട്ടിൻ്റെ വാതിൽപ്പടിയിൽ തന്നെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് രേണു ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ചേച്ചിയും കൂടി നിന്ന് അതിനാണ് രേണുവിനെ മിക്ക ആൾക്കാരും രേണു വാ തുറന്ന കള്ളത്തിലേ പറയത്തുള്ളൂ എന്ന് എല്ലാ ആൾക്കാരും പറയുന്നത്. രേണു പോകുന്ന സമയത്തും വലിയൊരു ഗുണ്ട് പൊട്ടിച്ചിട്ടാണ് പോയേക്കുന്നത്. ഞാൻ എങ്ങും പോയിട്ടില്ല, എല്ലാവരും പറയുന്നത് ഞാൻ ഫ്ലൈറ്റ് കയറി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, പക്ഷെ ഞാൻ വീട്ടിൽ തന്നെയാണ് ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഇരിക്കുന്നത്. ആ പൊട്ടത്തരമൊക്കെ രേണു ഇവിടെ വന്നിരുന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് രേണു പോയി നിൽക്കുന്നത്. അതിലൊരു രേണു പോയതിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ പോകുന്ന സമയത്തെങ്കിലും രേണുവിന് ഈ ആൾക്കാരുടെ ഒന്നും ഇഷ്ടക്കേട് മേടിച്ച് വെക്കാതെ പോകാമായിരുന്നു. അവിടെയും രേണു കള്ളത്തരം കാണിച്ചു എന്ന് തന്നെ പറയാം. എനിവേ അത് രേണു കളിച്ചിട്ട് വരട്ടെ, നമുക്ക് ബാക്കി കാണാം. പിന്നെയാണ് ഒരു സിനിമ നടൻ, അത് ഒരാളിരിക്കട്ടെ എന്ന് വെച്ചാണ് നമ്മുടെ അപ്പാനി ശരത്ത എന്ന് പറയുന്ന ഒരു സിനിമാ നടനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ പുള്ളിയും ഈ ഒരു ഷോയിൽ കളിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. പുള്ളിക്കും ഇനി ഇതിനെ സംബന്ധിച്ച് നല്ല നല്ല സിനിമകൾ, പുള്ളിയുടെ ക്യാരക്ടറും നമുക്ക് എല്ലാവർക്കും കാണാം. അന്നേരം എല്ലാവരുടെ ക്യാരക്ടറും നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ ഇനി പോകുന്നത്. ഇനിയിപ്പോൾ ഈ ബാക്കി എന്താ പറയുക, ഈ 6 മൊത്തം 7 പേരുടെ ആ ഒരു ക്യാരക്ടർ നമ്മൾ എന്താണെന്ന് പല സീരിയലിലൂടെയും പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി ഇവരുടെ ഇത്രയും ക്യാരക്ടർ കാണാൻ എനിക്ക് താല്പര്യമുള്ള സത്യം ഞാൻ പറയാമല്ലോ. ഈ 7 പേരുടെ ഒരു ഇത് കാണാനുള്ള അത്ര വലിയ താല്പര്യം. പക്ഷേ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈ 13 പേരുണ്ട്.
ഈ 13 പേരെന്താ അവിടെ ചെയ്യാൻ പോകുന്നതെന്നും ഇവരെന്താ കളിക്കാൻ പോകുന്നതെന്നും നമുക്ക് കണ്ടിരുന്ന ഓരോരോ കാര്യങ്ങൾ കാണാം. പക്ഷെ ബാക്കി 7 പേര് വേസ്റ്റ് എന്ന് തന്നെ ഞാൻ എടുത്തു പറയും. ബിഗ് ബോസിൻ്റെ ആ ഒരു ചാനലിൽ വർക്ക് ചെയ്ത 7 പേരെയാണ് ഇതിൽ കൊണ്ടുവന്ന് സ്റ്റമ്പ് അടിച്ച് നിർത്തിയ മാതിരി അവർ നിർത്തിയിരിക്കുന്നത്. അത് ആ ഒരു പിന്നെ എന്താ റിയാലിറ്റി ഷോയും സീരിയലും കൂടെ മിക്സ് ചെയ്ത് ഒരു ഷോ ആക്കിയ മാതിരിയാണ് എനിക്ക് നമ്മുടെ ഈ ബിഗ് ബോസ് 7 എന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീലായത്. എനിവേ എന്നിരുന്നാലും നമുക്ക് കാണാം ഇതിലാരാണ് ഈ 100 ദിവസം ഈ വീട്ടിൽ നിന്നും ഈ പ്രൈസ് മേടിച്ചുകൊണ്ട് ഈ വീടിന് പുറത്തിറങ്ങുന്നതെന്ന് നമുക്ക് കാണാം. പക്ഷേ ഈ ബാക്കി 13 പേര് നല്ല രീതിയിൽ കളിക്കുവാണെങ്കിൽ രക്ഷപ്പെട്ട് പോകാമെന്നേ ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ലൈവിൽ കണ്ടു കഴിഞ്ഞു, അവിടെ അനുമോളും ബെന്നിയും കൂടെ നടന്ന ഒരു വലിയൊരു യുദ്ധം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ്. കാരണം ചെന്നതിൻ്റെ അന്നത്തെ ദിവസം തന്നെ അവിടെ ചെറിയ കല്ലുകടി എന്നല്ല, അവിടെ അടി തന്നെ തുടങ്ങിയെന്ന് പറയാം. കാരണം ഭയങ്കരമായിട്ട് നല്ലൊരു തല്ല് അവിടെ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഹോട്ട്സ്റ്റാർ 24 ലൈവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ചെന്നതിൻ്റെ അന്ന് തന്നെ നടന്ന ഒരു വലിയൊരു അടിയാണ് നമ്മൾ കണ്ടത്. അതും ബിഗ് ബോസ് ആ ഒരു അടിക്കുള്ള ഗിഫ്റ്റ് സാധനങ്ങളെല്ലാം കൊടുത്താണ് അതിനകത്തോട്ട് കയറ്റി വിട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ വെറും ഒരു മാലപ്പടക്കം എന്ന് പറയാം, അതല്ല വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപട നാടകം മാതിരിയാണ് എനിക്ക് ഈ പ്രോഗ്രാമിൽ ഫസ്റ്റ് കണ്ട ഈ ഒരു അടിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയത്. ശരിക്കും പ്രേക്ഷകരെ നമ്മളെ മണ്ടരാക്കിയത്. കാരണം ചെന്ന് കയറി നമ്മൾ ഇതുവരെയും ബിഗ് ബോസിൽ കാണാത്ത ഒരു മെത്തേഡാണ് നമ്മൾ ചെന്ന് കയറിയപ്പോൾ മുതൽ അവർക്ക് പണി കൊടുക്കൂ എന്ന് മോഹൻലാൽ സാറ് പറഞ്ഞ രീതി അനുസരിച്ച്, അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ രീതി അനുസരിച്ച് ഈ ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരു പണി എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ ഇതായിട്ടുള്ള ലാലേട്ടൻ അവിടെ ചെന്നിട്ട് ഒരു പടക്കം കത്തിച്ച് വിട്ടല്ല, അത് അവിടെ പകുതിക്ക് അത് അണഞ്ഞു പോയി. അതുപോലെ തന്നെയാണ് എനിക്കത് ഫീലായത്. കാരണം ഒരു കയ്യിൽ കെട്ടുന്ന ആ ഒരു ഇത് കൊടുത്തിട്ട് അവരെ പെട്ടിക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു യുദ്ധമാണ് ഇപ്പോൾ അവിടെ നടന്നത്. എനിവേ എനിക്ക് അതിനോട് അത്ര വലിയൊരു ഫീലായി തോന്നില്ല. ഓരോ വ്യക്തിയുടെ ക്യാരക്ടർ ഒന്ന് പെട്ടെന്ന് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് പുറത്ത് വരുമെന്ന് പറയില്ല, ആ രീതിയിലാണ് ഇപ്പോൾ അവിടെ നടന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയാം, അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അനീഷ് തറയിൽ, ഒരു പുള്ളിയുടെ എഴുത്തുകാരനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളി ഒരു എന്താ പറയുക, അവിടെ കുറച്ച് കോലങ്ങൾ നടത്തും അല്ലെങ്കിൽ അലങ്കോലമാക്കും എന്നൊക്കെ തന്നെ വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ആര്യൻ, പുള്ളിയെ ലുക്കിലല്ല കാര്യം എന്ന് പറയുന്ന പോലെയാണ്. പിന്നെ അവിടെ പുള്ളിയും അവിടെ ചെറിയ രീതിയിലൊക്കെ ചെറിയ ചൊറിച്ചിലും പുഴുക്ക് കടിയൊക്കെ നടത്തുന്നുണ്ട്. എനിവേ എന്തിനെന്നാൽ നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്ത് കാണാം. നമുക്ക് ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണോ ലൈവിൽ നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് അപ്പോഴപ്പോഴുള്ളത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പറയാം. പക്ഷേ ഈ ഒരു അടിയുടെ കാര്യം അത് അങ്ങോട്ട് ദഹിക്കാൻ പറ്റില്ല. ചെന്ന് കയറി ആ മാക്സിമം ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞില്ല, അപ്പം തന്നെ തുടങ്ങി അവിടെ ഈ അലമ്പ്. അതും ഈ സീരിയൽ നടിമാർ 2 പെണ്ണുങ്ങൾ സീരിയലിൽ കിടന്ന് അടി കൂടുമല്ല, ആ രീതിയാണ് ഇപ്പോൾ അവിടെ ഫസ്റ്റ് കണ്ടത്. മെഗാ സീരിയൽ ഫസ്റ്റ് എങ്ങനെയാണ് 2 പെണ്ണുങ്ങൾ തല്ലി വെക്കുന്ന ആ രീതി തന്നെയാണ് അവിടെ നടത്തിക്കൂട്ടിയത് 2 സ്ത്രീകൾ. പിന്നെ അതിൻ്റെ കൂടെ കുറേ പെണ്ണുങ്ങൾ വേറെയും. എനിവേ എല്ലാം നമുക്ക് കാണാം, ഈ കല്ലുകടി എല്ലാം കാണാം. എനിവേ ഏതെങ്കിലും ഒരെണ്ണം നല്ലോണം കളിച്ച് രക്ഷപ്പെട്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ എല്ലാം പോയിട്ട് അടുത്ത കുറേ എണ്ണം വരും. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ രേണു എവിടെ ഒതുങ്ങി പാവം മൂലയ്ക്ക് എവിടേക്കോ നിൽപ്പുണ്ട്, അടങ്ങി ഒതുങ്ങി നിൽപ്പുണ്ട്. കാരണം രേണു ഇപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടിലോ ഇല്ലെങ്കിൽ ഇങ്ങനെ കണ്ട രേണു ഒന്നുമല്ല, അതിനകത്ത് കയറിയപ്പോൾ രേണു ഒരു പൂച്ചയെ പോലെ ആയി പതുങ്ങി അവിടെയൊക്കെ നിൽപ്പുണ്ട് പാവം. ഇനിവേ നമുക്ക് എന്താ പറയുക, എത്രക്കാലം നമ്മുടെ കേരളത്തിലുള്ള ഒന്നടക്കം പ്രേക്ഷകരെ പറ്റിച്ചും നമ്മളെ നെഗറ്റീവ് കൊണ്ടും ഓടി രക്ഷപ്പെട്ട് ബിഗ് ബോസിനകത്ത് കയറിയിരിക്കുകയാണ് രേണു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ആ കുട്ടി കളിക്കട്ടെ, കാരണം കളിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഇപ്പം കുറച്ച് സമയം നിന്ന നിപ്പിൽ രേണുവിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. രേണു നമ്മൾ പുറത്ത് നിന്നപ്പോൾ രേണു എങ്ങനെയായിരുന്നോ അതേ രീതിയിൽ തന്നെ രേണു കളിച്ചാലേ രേണുവിന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് ഞാൻ പറയുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പം ഓക്കെ, ബൈ ടാറ്റ.